രാവിലെ ഇത് ഒരു റുട്ടീനാണോ പത്രം വായന? പത്രം വായന രാവിലെ രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ വായന നടക്കില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണി വരെ ഒരു ചെറിയ നടപ്പുണ്ട്. ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തുള്ളിലാണ് നടക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. അപ്പോൾ നടപ്പവിടെ നിന്നു. സാധാരണ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ തിരുവനന്തപുരത്താണ് മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സമയത്തൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെ? തിരുവനന്തപുരത്ത് പിന്നെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുന്നു. അവിടെ ചിലപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച തോറും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ തിരുവനന്തപുരത്തായിരിക്കും. അല്ലാത്ത സമയത്ത് ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ ഒരു 7:30-8 മണി തൊട്ട് ആളുകളിങ്ങ് വരാൻ തുടങ്ങും. MLA എന്നുള്ള നിലക്ക് നിവേദനങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളുമായിട്ട് വരും. അവരൊക്കെ വിട്ട് മിക്കവാറും ഒരു 9-9:30 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഒരു സാധാരണ നിലയിലുള്ള ശൈലജയുടെ ഒരു രീതി. അതിനിപ്പം ആകെ തന്നെ സ്ഥാനാർത്ഥി ആയതോടുകൂടി മാറ്റം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശൈലജ പ്രതിനിധീകരിക്കുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലം ഉള്ള മണ്ഡലമല്ല, കണ്ണൂർ മണ്ഡലമല്ല, മറ്റൊരു മണ്ഡലമാണ് പാർലമെന്റ് മണ്ഡലം വടകര. അപ്പോൾ വടകരയിലേക്ക് ഇവിടെ നിന്ന് നിത്യം പോയി വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വലിയ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലക്ക് വലിയ മണ്ഡലമാണ്. ഇവിടെ നിന്ന് കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലം, അതിൻ്റെ അതിർത്തി ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇവിടെ നിർമ്മലഗിരി കോളേജുണ്ട്. അവിടെ തൊട്ട് അങ്ങ് കൊയിലാണ്ടി വരെ നിൽക്കുന്ന 7 മണ്ഡലങ്ങൾ ചേർന്നിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള, എല്ലാ മണ്ഡലങ്ങളിലും മിക്കവാറും 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അത് വടകരക്കും ബാധകം തന്നെ. പക്ഷെ അപ്പോൾ ഇതിന് വിശാലമായ കുറച്ചൊരു വിസ്തൃതിയുള്ളൊരു മണ്ഡലമാണല്ലേ വടകര? വലിയ വിസ്തൃതിയുള്ള മണ്ഡലമാണ്. അങ്ങ് പിന്നെ അത് അപ്പുറത്തേക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലമായതല്ലോ. എന്താ പറയാ, കടലോരം തൊട്ട് മലയോരം വരെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ആളുകളെയൊക്കെ കാണുക എന്ന് പറയുന്നത് അങ്ങേറ്റം വലിയ ഒരു റിസ്ക്കാണ്. പ്രത്യേകിച്ച് പക്ഷേ ശൈലജ അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഒരു നില വെച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മന്ത്രിയായിരുന്നപ്പോഴും ടീച്ചർ മന്ത്രിയായിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരുന്നല്ലോ മന്ത്രി. അന്നും ഒരുപാട് അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരാളാണ്. അതെ, ശൈലജ പറയുന്നത് ഏത് സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്ത് നമ്മളൊരിടം കണ്ടെത്തുകയും എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തന മണ്ഡലം വിപുലീകരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ജനങ്ങൾക്കാകാവുന്ന രീതിയിൽ സഹായങ്ങളും സേവനങ്ങളും അതുപോലെ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അതിൽ താൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ശൈലജയുടെ ഒരു രീതി. അവളത് പലപ്പോഴും പറയുന്നത് എന്നോടും പറയാറുണ്ട്. അങ്ങനെയാണ്. അല്ല, അത് തന്നെ, അതിൽ പ്രശ്നമില്ല. വടകര മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അവിടെ നല്ല തോതിലുള്ള ഒരു മുന്നേറ്റം ശൈലജയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ പോയിരുന്നു മാഷ്? ഇല്ല, ഒരു തവണ എങ്ങാനൊന്ന് ഒരു വ്യക്തിപരമായൊരു കാര്യം സംസാരിച്ച് വേഗം തന്നെ ഇങ്ങോട്ട് പോരേണ്ടത് വന്നതുകൊണ്ട് പോയി എന്നല്ലാതെ അവിടെ പാർട്ടിക്കാരോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടല്ലേ? പാർട്ടിക്കാരോടൊക്കെ ആയിട്ട് നിരന്തരം ബന്ധമുണ്ട്. അവരൊക്കെ നമുക്കറിയാവുന്ന ആളുകൾ തന്നെ. അപ്പോൾ ഒന്നെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഇല്ല. പ്രത്യേകിച്ച് ഞാനിവിടുത്തെ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മട്ടന്നൂർ പ്രദേശത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ എനിക്കിവിടെ തന്നെ MV ജയരാജൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് ചുമതലയുണ്ട്. അപ്പോൾ ആ ചുമതല നിർവഹിച്ചുകൊണ്ട് ഞാനും ഇവിടെ പ്രവർത്തിക്കുകയാണ്. എല്ലാ ദിവസവും കമ്മിറ്റികളും അതുപോലെ കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും അതുപോലെ മറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങളെ കാണുക എന്നുള്ള പ്രവർത്തനമൊക്കെ ഞാനിവിടെ നിർവഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വടകരയിൽ പോകാൻ സാധിക്കുന്നതില്ല, അതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. ഇവിടെ ആരൊക്കെയാ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇവിടെ
ഇവിടെ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അതിൽ പിന്നെ മൂത്തയാൾ അബുദാബിയിലാണ് ഉള്ളത്. അയാൾ പിന്നെ ഭാര്യയും അതുപോലെ ഒരു കുട്ടിയും അവരവിടെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായി അവരിവിടെ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കൂടി ഭാഗമായിട്ട് മിക്കവാറും ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ അവർ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ മകൻ ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. അവന്റെ കുടുംബം, ഭാര്യ, ചിലപ്പോൾ നിങ്ങൾ അറിയാമായിരിക്കും, ഞങ്ങൾ പാർട്ടി നേതാവായിട്ടുള്ള കാരായി രാജന്റെ മകളാണ് മേഘ. അവളവിടെ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ചെറിയൊരു ജോലി അവൾക്കുണ്ട്. അവൾ അവിടെ താമസിക്കുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. കുട്ടി അവളുടെ കൂടെയാണ്. ഒരു മാസം കൂടുമ്പോഴൊക്കെ അവൾ ഇവിടെ വരും. പിന്നെ അവൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ മക്കൾ 2 പേരും, ആൺമക്കൾ 2 പേരും ഇവിടെ ഉണ്ട്. ഒരാളുടെ കുടുംബവും ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഒരു സ്ത്രീയുടെ ഉണ്ട്. അപ്പോൾ അതാണ് വീട്ടിലെ കാര്യങ്ങൾ. ഈ രാവിലെ പത്രത്തിന്റെ കാര്യം പറഞ്ഞു, ദേശാഭിമാനി മാഷ് ഞാൻ വായിക്കുന്ന കണ്ടു. അപ്പം മാതൃഭൂമി ഉണ്ടല്ലേ? 2 പത്രമാണോ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് 2 പത്രം വായിക്കും. സ്ഥിരമായിട്ട് 2 പത്രം വായിക്കുമ്പോഴേക്ക് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കഴിയും. വിശദമായി വായിക്കും. വായിക്കാന്ന് പറയുന്നത് മിക്കവാറും വായനയിൽ കേന്ദ്രീകരിക്കുന്നത് മുഖപ്രസംഗവും അതുമായി ബന്ധപ്പെട്ട പേജുകളും അവിടുത്തെ ലേഖനങ്ങളൊക്കെയാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നമ്മൾ ഓരോ പ്രദേശത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശാഭിമാനി പത്രത്തിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം വായിക്കാതിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഏതാണ്ട് തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുപോലെയാണ്. നമ്മൾ പിന്നെ തീവണ്ടിയുടെ വഴിക്ക് പോകും, നമ്മൾ അവിടെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പത്രമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചാനലുകൾ ഉണ്ടായെങ്കിൽ പോലും. ചാനലുകൾ കാണാറുണ്ടോ? കാണും, വല്ലപ്പോഴൊക്കെ അത് കാണും. നിങ്ങളുടെ ചർച്ചകളൊക്കെ കേൾക്കും. പക്ഷേ ചർച്ചകളൊക്കെ കേൾക്കും, എന്നാലും പത്രം തന്നെയാണ്. അതിനെന്തൊക്കെ ഈ ആധുനിക വിവര സാങ്കേതിക വിദ്യയും നമ്മുടെ നവമാധ്യമ മേഖലയൊക്കെ ഏറ്റവും വലിയ തോതിൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പത്രം തന്നെയാണ്. അതിൻ്റെതായ പ്രത്യേകത ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റ് മേഖലകളിലേക്ക് ഇപ്പോഴും, മറ്റു വാർത്താവിനിമയ മേഖലകളിലേക്ക് നമുക്ക് ഇപ്പോഴും പോകാൻ സാധിക്കൂ. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് വരുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഒരുപാട് വിശേഷങ്ങൾ ഇനി അറിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏതാണ്ട് ഈ നിങ്ങളുടെ ഈ പിന്നെ കാര്യത്തെപ്പറ്റി നമ്മളെ പിന്നെ അല്ല, നിങ്ങൾ ശൈലജയെ കാണാനാ വന്നത്. ശൈലജയെ കാണാൻ വന്നിട്ട് നമുക്ക് ശൈലജ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ മാഷായിക്കോട്ടെ നിങ്ങൾ പറയാം. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം എന്താണെന്നറിയാം. ഇന്ത്യയിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇന്ത്യയിലൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ ചന്ദ്രമേനോന്റെ? ഇന്ദുലേഖയിലൊരു രംഗമുണ്ട്. ഇന്ദുലേഖ കിട്ടുന്നില്ല. എന്നാ പിന്നെ ഇന്ദുലേഖയുടെ പുരുഷനി ആയിക്കോട്ടെ, ദാസി ആയിക്കോട്ടെ എന്ന ഒരു അതിനകത്ത് സ്വീകരിക്കുന്നില്ല. ഏതാണ്ട് അതുപോലെയാ നിങ്ങള്. അല്ല, മാഷ് എന്ന് പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു. മാഷിനോട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് എന്റെ ഇളയ മകന്റെ പരിപാടിയാ. അവൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കും. അപ്പൊ അങ്ങനെയാണ്. പാർട്ടിയുടെ കൊടി ഇത് ഇപ്പം കഴിഞ്ഞ ദിവസം 19-ാം തീയതി മാർച്ച് 19-ന് EMS ദിനം, അതുപോലെ 22-ന് AKG ദിനം. അപ്പൊ അതിന്റെ ഭാഗമായി വീട്ടിൽ ഉയർത്തിയിട്ടുള്ള സ്ഥിരമായി ഇതുപോലുള്ള രക്തസാക്ഷി ദിനങ്ങൾ, ചരമദിനങ്ങൾ, നേതാക്കന്മാരുടെ ഞങ്ങളിവിടെ പതാക ഉയർത്തും. അങ്ങനെയാണ് ഒരു പാർട്ടി ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. മാഷ് മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നു അല്ലെ? സജീവമായി തന്നെ പാർട്ടിയിലുണ്ട്. ഇപ്പോഴും എന്തൊക്കെയാ ചുമതലകൾ? ഇപ്പം ഞാൻ പിന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്നൊക്കെ മാറിയതിനു ശേഷം കുറച്ചു കാലം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നോട് പാർട്ടി പറഞ്ഞു, ഇവിടെ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ബാങ്കുണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്ക്, കോളാരി സർവീസ് സഹകരണ ബാങ്ക്. നമ്മുടെ ഈ പരിസരത്തെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ നിക്ഷേപവും
അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വായ്പയൊക്കെ കൊടുക്കുന്ന, അതോടൊപ്പം നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. എന്നോട് പാർട്ടി പറഞ്ഞു അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കണം. ഞാനിതെല്ലാം ഒരു എന്താ പറയുക, ഈ മുനിസിപ്പൽ ചെയർമാൻ്റെ സ്ഥാനത്ത് നിന്നതിന് ശേഷം അത്യാവശ്യം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തി, പിന്നെ ഒരല്പം വായന, കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും. എത്ര വയസ്സായി മാഷിന്? എനിക്ക് 72ാമത്തെ വയസ്സായിപ്പോൾ. അപ്പോൾ അല്പം എഴുതുകയൊക്കെ ചെയ്യും. ചില പുസ്തകങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ വായന, എഴുത്ത്, ഇതിലൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താ പറയാ, ഒരു ഗ്രീൻ സോൺ എന്ന് നമ്മൾ പറയില്ലേ, ഒരു ആശ്വാസകരമായിട്ടുള്ള അതിലോട്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഈ കോളാരി സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റായി പാർട്ടി ചുമതല ഏൽപ്പിച്ചത്. അവിടെ ലേശം നന്നായി കേന്ദ്രീകരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസമാവുന്ന അവസരത്തിൽ എല്ലാ നമ്മളെ സർവീസ് സഹകരണ വായ്പാ സഹകരണ സംഘങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ നമ്മൾ കുടിശ്ശിക പിരിച്ചെടുക്കുക എന്ന് പറയുന്ന മാർച്ച് മാസം 30, പ്രത്യേകിച്ച് ഒരു അല്പം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമായിപ്പോൾ വലിയ തോതിൽ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നമ്മുടെ നോട്ട് നിരോധനം ഏർപ്പെടുത്തുകയും അതുപോലെ GST സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ജനങ്ങളുടെ ജീവിതം അത്യധികം പ്രയാസത്തിലായിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോവിഡ് കൂടി അതിന്റെ മേലെ വലിയ ഒരു പ്രഹരം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇരട്ട പ്രഹരമാണ് കോവിഡും അതിന്റെ അടച്ചുപൂട്ടലും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വന്നതോടുകൂടി നമ്മുടെ ഈ വായ്പ കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. സഹകരണ മേഖല മാത്രമല്ല, നമ്മുടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഈ ടീച്ചറും മാഷും അല്ലേ, എങ്ങനെയാ പാർട്ടി വഴി തന്നെ ആയിരുന്നോ കണ്ടുമുട്ടല്? അതെ. ഞാന് 1972 തൊട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്തുണ്ട്. 72 ആ കാലഘട്ടത്തിൽ തന്നെ ശൈലജനക്ക് അറിയാം. അവള് അവിടെ ഇരിട്ടി ഹൈസ്കൂൾ നാട്ടുകാരല്ല, ഇവിടുന്നൊരു 10-14 കിലോമീറ്റർ അകലെയാണല്ലോ ഇരിട്ടി. അപ്പോൾ അവിടെയാണ്, മാടത്തിൽ നിന്നാണ് അവളവിടെ ഇരിട്ടി ഹൈസ്കൂൾ പഠിക്കുന്നു. ഞാൻ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ പേര് KSF എന്നാ, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന. SFI ആയില്ല. അപ്പോൾ ആ സമയത്തെല്ലാം അവിടെ പോവും. പിന്നെ 71 SFI ആയി. അപ്പോൾ ഇങ്ങനെ എല്ലാം അറിയാം. പിന്നെ ഞാനിവിടെ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അധ്യാപക പരിശീലനത്തിന് പോയി. ആ സമയത്ത് അവളവിടെ കോളേജിലുണ്ട്. അത് കഴിഞ്ഞ് വേഗം ഞാൻ മാഷായി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് വളരെയേറെ പിന്നീട് അങ്ങ് സജീവമാണ്. പിന്നീട് ഞാൻ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങളെ KSYF മാറി, അത് പിന്നെ DYFI ആയി. അപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ട് ശൈലജയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണ് ശൈലജയുള്ളത്. അപ്പോൾ ധാരാളം അവസരങ്ങളിൽ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും എല്ലാം. ആരാദ്യം തുറന്നു പറഞ്ഞത് എന്നില്ല, അതൊക്കെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ. അതിൽ ആരാദ്യം അതിനുശേഷം എന്നൊന്നും നമുക്ക് പറയാൻ അങ്ങനെയല്ല. അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. പിന്നെ വീട്ടുകാരോട് പറഞ്ഞ് അവര് അതിനാവശ്യമായിട്ടുള്ള ഔദ്യോഗിക നടപടികൾ അവർ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങള് 1981 ഇതാണ് മാസം, വിവാഹ വാർഷിക അല്ല, അടുത്ത മാസമാണ്. എത്ര വർഷമായി? 1981 ഏപ്രിൽ 19 ഏപ്രിൽ 19 അടുത്ത 44 വർഷത്തോളം. അത്രയും വർഷം. ഈ 44 വർഷവും തിരക്കേറിയ രാഷ്ട്രീയ ജീവിതമാണല്ലോ അല്ലേ? അവളിവിടെ വന്നു, ഞാൻ എന്റെ കൂടെ വന്നു. എന്റെ വീട് ഇതായിരുന്നില്ല, തൊട്ടപ്പുറത്ത് മറ്റൊരു ഞങ്ങളുടെ തറവാടായിരുന്നു. അവിടെ ഞങ്ങള് താമസിച്ചുകൊണ്ടിരിക്കുന്ന അതേ വർഷം തന്നെ 81 തന്നെ അവളവിടെ ശൂര ഹൈസ്കൂളിൽ അധ്യാപികയായി ചേർന്നു. സ്വകാര്യ സ്കൂളാണ്. അവിടെ ചേർന്ന്
അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവളും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തുണ്ട്, ഞാനും ഉണ്ട്. അത് പിന്നെ അങ്ങനെ ശക്തിപ്പെട്ട് വന്ന് പിന്നീട് അവൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി. അവിടെ നിന്ന് അവൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അങ്ങനെ പ്രക്ഷോഭ സമരങ്ങളിലും ഒക്കെ കാര്യമായി പങ്കെടുക്കുന്നു. അങ്ങനെയാണ് 96 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. MLA എന്നുള്ള നിലക്കുള്ള നല്ല പെർഫോമൻസാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് എല്ലാവരും പിന്നെ ശൈലജയെ പറ്റി അന്നേ പറയുന്നുണ്ട്. ഒന്ന് നന്നായി ഹൃദ്യമായ ഭാഷയിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നു. അത് നിയമസഭാ പ്രസംഗങ്ങളിലായാലും അതുപോലെ മറ്റ് പൊതുവേദികളിലുള്ള പ്രസംഗങ്ങളായാലും അല്ലെങ്കിൽ ആളുകളെയൊക്കെ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സ്ഥിതി അവൾക്കുള്ളത് കൊണ്ട് വലിയ സ്വീകാര്യത ഉണ്ടായി. അപ്പോൾ 96 കഴിഞ്ഞ് 2001 തെരഞ്ഞെടുപ്പിൽ പിന്നെ മത്സരിച്ചില്ല. 2006 അപ്പോഴത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് അവൾ സജീവമാണ്. അപ്പോൾ 2004 ഞങ്ങളുടെ തീരുമാനമെടുത്തു, ഇനി എന്നുവെച്ചാൽ സ്കൂള് ഇവള് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ടീച്ചർ എന്നുള്ളത്, അധ്യാപിക എന്നുള്ളത്. അവൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ഇംഗ്ലീഷുമാണ്, ഭാഷയാണ് ഹൈസ്കൂൾ ക്ലാസ്സിൽ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങോട്ട് സജീവമായപ്പോൾ അത് പ്രൊഫഷനെ ബാധിക്കുന്നൊരു നില വന്നു. കുട്ടികൾക്കും ചില പ്രയാസങ്ങളും ചില ദിവസങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നുള്ള നില. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ. ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ സ്കൂള്. ഇവിടെ നിങ്ങൾ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാകും, ഒരു നല്ല നിലക്ക് പോകുന്ന ഒരു പക്ഷേ പ്രൈമറി സ്കൂളുകളുടെ രംഗത്ത് ഞാൻ അവിടുത്തെ അധ്യാപകനായി ചേർന്നതിന് ശേഷം ഈ അനാദായകരമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ആ അവസ്ഥയൊക്കെ മാറി ധാരാളം കുട്ടികൾ. അതിപ്പോഴും ആ പാരമ്പര്യം. ഞാൻ 2008 റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ശൂര ഹൈസ്കൂളിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് എടുത്തു 2004. അപ്പോൾ പിന്നെ സജീവമായി രാഷ്ട്രീയത്തിലായി. 2006 വീണ്ടും പഴയ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് പോയി. അടുത്ത തെരഞ്ഞെടുപ്പിൽ മണ്ഡല വിഭജനം വന്നു. ആ സമയത്ത് എന്ത് വന്നെന്ന് പറഞ്ഞാൽ അന്ന് പഴയ പേരാവൂരല്ല, പുതിയ പേരാവൂര മണ്ഡലം വന്നു. കുറെ കൂടി UDFന് ആഭിമുഖ്യമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മണ്ഡലത്തിലാണ് പിന്നെ ഇവളോട് മത്സരിക്കുന്നതിന് വേണ്ടി പറയുന്നത്. എങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയ ഒരു 2500 വോട്ടിന് പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീടാണ് 2016 അസംബ്ലി പിന്നെ തെരഞ്ഞെടുപ്പിനകത്ത് വീണ്ടും മത്സരിക്കുകയും അങ്ങനെ ആരോഗ്യമന്ത്രിയാവുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എങ്ങനെ വലിയ പെർഫോമൻസ് കോവിഡ് കാലത്തുള്ള ഒരുപാട് വലിയ പിന്നീട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊരു ശൈലജ മാത്രമല്ലല്ലോ. നമ്മുടെ പാർട്ടിയിൽ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നില്ലേ, അവർക്കൊക്കെ അവസരം ഉണ്ടാവണ്ടേ. ഇതിങ്ങനെ ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമാണോ? അതുകൊണ്ട് ആ തീരുമാനത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക അതിശയോക്തിയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ആ നിരക്കുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഓരോ അവസരമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അവസരങ്ങളൊക്കെ അങ്ങ് പിന്നെന്താ പറയാ അവസരം ഉപയോഗപ്പെടുത്താന്നുള്ളതാണല്ലേ. അതെ, അവസരങ്ങളൊക്കെ ഇനി എന്താ ഇപ്പം വരില്ല എന്നിപ്പോൾ ആര് പറഞ്ഞു? ഇതിപ്പം ഒരു മറ്റൊരു അവസരമാണ്. പാർലമെന്റിനകത്ത് ജയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യത വടകര മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ, എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ പിന്നെ ഇതൊരു പുതിയ അവസരമാണ്. ഒരു പാർലമെന്റ് മെമ്പറാവുക, പാർലമെന്റിനകത്ത് പിന്നെ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, രാജ്യത്തെ പിന്നെ നാനാതരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന്
പിന്നെ ഇന്ത്യക്കകത്ത് വലിയ തോതിലുള്ള ഒരു അതിസങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഘട്ടമാണ്. അവിടെ പാർലമെന്റിനകത്ത് കഴിവുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരേണ്ടതുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരാളായി ശൈലജയ്ക്ക് വരാൻ സാധിക്കുകയും ഇന്നത്തെ ഈ അതിസങ്കീർണമായിട്ടുള്ള എന്താ പറയുക ഒരുതരം വല്ലാത്തൊരു അവസ്ഥയിലേക്കാണല്ലോ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാട്ടെ, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കെജ്രിവാളിനെ ഡൽഹി നമ്മുടെ ആസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല ആ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മതിയായിട്ടുള്ള ഒരു തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണോ ED എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സമാന്തര സർക്കാരായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയില്ലേ. എന്നിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും പുതിയ പുതിയ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ കേൾക്കുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഭഗവത് സിംഗ് മാൻ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശിരസ് താഴ്ന്നു പോവുകയല്ലേ. ഇപ്പോൾ ജർമ്മനി, ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജർമ്മനി. അവർ ഈ നടപടിയെ പ്രതിഷേധിച്ചു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഞാൻ ആ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. അതിനകത്ത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്ക ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിലെ ഇന്നത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ അങ്ങേയറ്റം വിമർശനാത്മകമാവുകയും നമ്മുടെ അന്തസ്സും മാന്യതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ തന്നെയും താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ ഇതെല്ലാം കാണിക്കുന്നത്. മാഷ എല്ലാ വിഷയങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏതായാലും വലിയ നന്ദി മാഷെ. ഒരുപാട് സമയം ഞങ്ങൾക്ക് ഏതാണ്ട് അരമണിക്കൂറോളം നമുക്കിപ്പം ചെലവഴിച്ചു. ഞങ്ങൾ അപ്രതീക്ഷിതമായാണ് മാഷിനെ കിട്ടിയത്. ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിലെന്തെന്ന് പറഞ്ഞാല് നിങ്ങൾ ശൈലജയെ കാണാൻ വേണ്ടി വന്നു, അവളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് അല്ല, അതൊരു ഒരു പാതിയാണല്ലോ. നമുക്ക് മാഷിനെ കാണുന്നതിൽ സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വലിയ നന്ദി ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന്.